ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. നിങ്ങളുടെ ഏഞ്ചൽസ്, യൂണിവേഴ്സ്, നിങ്ങൾ എന്തറിയാനാണ് ആഗ്രഹിക്കുന്നത്, അവർ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. പേഴ്സണൽ റീഡിങ്സ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. മെസ്സേജ് ഇട്ടോളൂ, പക്ഷേ ഞാൻ ഇനി അടുത്ത 2-3 ദിവസം കഴിഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ബട്ട് ബുക്കിങ്സ് വേണമെങ്കിൽ കൊടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഓക്കെ, സോ വേണ്ടവർ മെസ്സേജ് ചെയ്യൂ. നമ്പർ ഇവിടെ ഇട്ടേക്കാം. ആൻഡ് നിങ്ങളുടെ കാര്യത്തിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് നിങ്ങളോട് എന്താ പറയുന്നത് ഇന്നത്തെ ദിവസം നമുക്ക് നോക്കാം. ഓക്കെ, പേജ് ഓഫ് കപ്സ്. ഓക്കെ, സ്ട്രെങ്ത് and wands. Okay, ഓക്കെ. സോ ഇവിടെ എനിക്ക് കാണുന്നത് എന്തെങ്കിലും ഒരു ഓഫർ നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള ഒരു സാധ്യതയാണ്. അതിപ്പോൾ കുറച്ച് പേർക്ക് റിലേഷൻഷിപ്സ് ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കാം, കുറച്ച് പേർക്ക് ജോലിയുടെ വർക്ക് അങ്ങനത്തെ വല്ല ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ചെയ്യാനുള്ള വർക്കിൻ്റെ വല്ല ഓഫർ ആയിരിക്കാം. ആരെങ്കിലും പറയാം ദാറ്റ് ഓക്കെ നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യാം എന്ന് വല്ലതും പറയാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെങ്കിൽ ഇവിടെ കൂടുതൽ ഒരു മെസ്സേജ് വരാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു ഒരു ലവ് ഓഫർ വരുന്നതായിരിക്കാം, ഒരു പുതിയ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് പരിചയപ്പെടുന്നതായിരിക്കാം. ഓക്കെ, ഇവിടെ അതിൽ പക്ഷേ കുറച്ച് സൂക്ഷിക്കാനുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓഫർ അതിപ്പോൾ ഏത് കാര്യത്തിലായാലും ശരി, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫൈനാൻഷ്യലി ആയാലും, ഫൈനാൻസിൻ്റെ ഇവിടെ വന്നിട്ടില്ല, ബട്ട് ഞാനത് ഇൻക്ലൂഡ് ചെയ്യുന്നു ബിക്കോസ് ഇവിടെ കുറച്ചൊരു ഫൈനാൻസിൻ്റെ കാണുന്നുണ്ട്. മേ ബി നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക്, ഓക്കെ അത് ഇൻവെസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല റിസൾട്ട് വരും എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്ത് തന്നെ കാര്യമായാലും ശരി. ഓക്കെ, ഇപ്പോൾ റിലേഷൻഷിപ്പ് ആയാലും, നിങ്ങൾ അറിയുന്ന വ്യക്തിയായാലും, പാസ്റ്റിലെ വ്യക്തിയായാലും, പാസ്റ്റിൽ നിങ്ങൾക്ക് ലൈക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന വ്യക്തിയായാലും, നിങ്ങളുടെ ഏതെങ്കിലും നല്ല ഫ്രണ്ട്, മുമ്പ് സംസാരിക്കാതെ ആയിരുന്ന ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ വന്നു, അങ്ങനെയാണെങ്കിലും അവർ ബിസിനസ്സിൻ്റെ കാര്യമായാലും, ജോലിയുടെ ഓഫറുമായിട്ടായാലും, അല്ലെങ്കിൽ ഈവൻ ഫ്രണ്ട്ഷിപ്സ് ആയാലും, എന്ത് തന്നെ ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സിറ്റുവേഷനും ഇവിടെ നമ്മൾ കവർ ചെയ്യുകയാണ് എന്നാണ്. ഓക്കെ, സോ ഇവിടെ എന്ത് തന്നെ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ വന്നാലും നിങ്ങൾ സൂക്ഷിക്കാം. ഓക്കെ, അതേ ഉള്ളൂ. വളരെ സിമ്പിൾ വാർണിംഗ് ആണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് തോന്നാം ആ ബന്ധം വളരെ ഒരു പെട്ടെന്നൊരു അടുപ്പമൊക്കെ തോന്നാം. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നാം നല്ലതാണ് എന്ന രീതിക്ക് നിങ്ങളുടെ മുമ്പിൽ അത് പ്രസൻ്റ് ആവാം. കാരണം അത് വരുന്ന രീതി അങ്ങനെയായിരിക്കും. ഒരു നമ്മൾ പറയില്ലേ, ഒന്ന് നല്ല ഒരു ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് വരുന്ന പോലെ. ഓക്കെ, നമ്മൾ ഏനോ പറയില്ലേ, ഇപ്പോൾ പുറമേ കാണുമ്പോൾ മേ ബി വളരെ നല്ലതായിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ നിങ്ങളോട് പറയുന്നത് സെൽഫ് കൺട്രോൾ വെച്ച് നിൽക്കാനാണ്. ഓക്കെ, ഇതിൽ കൂടുതൽ പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യരുത്. പെട്ടെന്ന് അങ്ങോട്ട് വേണ്ട, നോ എന്ന് പറയുന്നില്ല, പക്ഷേ നിങ്ങളോട് വാർണിംഗ് ഉണ്ട്. പെട്ടെന്ന് അതിലേക്ക് കൂടുതൽ അറ്റാച്ച്ഡ് ആവേണ്ട, കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ട, ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്ന രീതിയിൽ. ഓക്കെ, ഇവിടെ ബൗണ്ടറി വെക്കാൻ പറയുന്നുണ്ട് നിങ്ങളോട്. കാരണം നിങ്ങൾ ഐ തിങ്ക് വളരെ ട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങൾ എന്തും കണ്ണടച്ച് പെട്ടെന്ന് വിശ്വസിക്കും, പെട്ടെന്ന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ തന്നെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അല്ലാതെ ഇത് മിസ്റ്റേക്കാണ്, തെറ്റാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നില്ല. പക്ഷേ കാരണം ഇത് വരുന്നത് മേ ബി ഞാൻ പറഞ്ഞ പോലെ ഒരു നല്ലൊരു ഇതിലായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് തോന്നാം ദാറ്റ് ഇതിൽ നല്ലതാണ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഒന്ന് സൂക്ഷിക്കൂ എന്ന് പറയുന്നുണ്ട്. കുറച്ചൊന്ന് നിങ്ങളെ തന്നെ ഗാർഡ് ചെയ്ത് വെക്കൂ. ഓക്കെ, നിങ്ങളെ തന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യൂ. നിങ്ങളുടെ പണത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യൂ, നിങ്ങളുടെ സ്റ്റെബിലിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യൂ. ഓക്കെ, നിങ്ങൾ ഇതുവരെ ചെയ്ത വർക്കിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യൂ. വർക്ക് എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയും ഒക്കെ അതിലെന്തെങ്കിലും പറ്റാതെയൊക്കെ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. അവനവനെ സൂക്ഷിക്കുക, മനസ്സിനെ സൂക്ഷിക്കുക. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യാതെ ശ്രദ്ധിക്കുക. എന്തും ലൈക്ക് ഒരു സ്ലോ ആയിട്ട് പോയാൽ മതി. ഓക്കെ, പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യരുത്. ഓക്കെ, കുറച്ച് സമയമെടുത്ത് നല്ലോണം അത് കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്നൊക്കെ നോക്കി മാത്രം മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുക. ഇവിടെ നിങ്ങളെ തന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ പൈസയൊക്കെ പെട്ടെന്ന് പ്രത്യേകിച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, നിങ്ങളുടെ ഇമോഷൻസ് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾ ഒരുപാട് ലൈക്ക് നമ്മൾ ആരെങ്കിലും ഒന്ന് വന്ന് സംസാരിക്കുമ്പോഴേക്കും ഒരുപാട് പ്രതീക്ഷകൾ നിങ്ങൾ കെട്ടിക്കൂട്ടണ്ട. ഓക്കെ, സോ യെസ്, ഇതൊരു ചെറിയ റോങ് ആണ് എന്ന് പറയുന്നില്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് റോങ്, ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ.
ഓക്കെ, ബട്ട് എനിവേ ഇവിടെ പറയുന്നത് നിങ്ങളോട് വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കാനാണ്, കൂടുതൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്ന രീതിക്കാണ്. ഇത് മോശമാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നില്ല, തെറ്റാണ് അല്ലെങ്കിൽ നല്ലതല്ല എന്ന് ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. പക്ഷേ നിങ്ങളെ തന്നെ ഒന്ന് കെയർഫുള്ളായിട്ട് നിൽക്കൂ എന്ന് പറയുന്നുണ്ട്. കാരണം മേ ബി നിങ്ങൾക്ക് അത് പിന്നീട് ഹേർട്ട് ആവാതിരിക്കാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റിൽ ചിലപ്പോൾ ഹേർട്ട് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആണെങ്കിൽ അത് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഒന്ന് നിങ്ങളെ തന്നെ നമ്മൾ പറയില്ലേ, ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് അഗെയിൻ ട്രസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ. മുമ്പ് നിങ്ങൾ ട്രസ്റ്റ് ബ്രേക്ക് ആയി കാണും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങളവിടെ ഒന്ന് സൂക്ഷിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അവനവനെ ഒന്ന് കെയർ ചെയ്യാം. ഓക്കെ, നിങ്ങളെ തന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക, നിങ്ങളുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുക, നിങ്ങളുടെ മണി പ്രൊട്ടക്ട് ചെയ്യുക, നിങ്ങളുടെ സ്റ്റെബിലിറ്റി എന്ത് തന്നെയായാലും ഓക്കെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക. ഇത് മുന്നോട്ട് മേ ബി ഗ്രോത്ത് ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല യൂണിവേഴ്സ്. ഓക്കെ, പക്ഷെ അത് കുറച്ച് സമയമെടുക്കും. എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോയാൽ മതി. ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ച് മാത്രം വയ്ക്കുക. ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോയാൽ മതി. ഓക്കെ, സോ എടുത്തു ചാടി എന്തായാലും ചെയ്യരുത്. മുന്നോട്ട് അതിന് ഗ്രോത്തിനുള്ള അവസരമുണ്ട്. ഓക്കെ, പക്ഷെ അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഐ തിങ്ക് വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ആരെങ്കിലും ഇങ്ങോട്ട് എന്തെങ്കിലും വന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്ത് പെട്ടെന്ന് അതിൽ വല്ലാതെ ഇൻവോൾവ് ആവുന്ന രീതിയിലായിരിക്കും. സോ നിങ്ങളോട് അതുകൊണ്ടാണ് പ്രത്യേകം യൂണിവേഴ്സ് പറയുന്നത് ബി കെയർഫുൾ എന്ന് മാത്രം. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെയിൻ വാർണിംഗ് ഏഞ്ചൽസ് തരാൻ ആഗ്രഹിക്കുന്നത്. നല്ല ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്സ് അത് ഡെവലപ്പ് ആവും പിന്നീട്, ഇല്ല എന്ന് പറയുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ബി കെയർഫുൾ. ഓക്കെ, യെസ്, ബിറ്റ്വീൻ വേൾഡ്സ്, ബിൽഡിംഗ് ബ്ലോക്സ്, ബ്ലെസ്ഡ്. ഓക്കെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. തിങ്കർ മെസ്സേജ് വരുന്ന കാര്യം പറയുന്നുണ്ട്. ഓക്കെ, സോ ഒരു മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും വരാം, നിങ്ങൾക്ക് മെസ്സേജ് വരാം, അല്ലെങ്കിൽ ഒരു വ്യക്തി വരാം, ഒരു പേഴ്സൺ വരാം, അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യത്തിൻ്റെ ആയിരിക്കാം. സോ സംതിങ് നിങ്ങൾക്കൊരു മെസ്സേജ് വരാൻ പോകുന്നുണ്ട്. ആ മെസ്സേജ് വരുമ്പോൾ നിങ്ങളോട് പറയുന്നത് നല്ലോണം ആലോചിക്കൂ എന്ന് പറയുന്നുണ്ട്. നല്ലോണം ആലോചിച്ച് മാത്രം മുന്നോട്ട് പോവാം. തിങ്കർ നമ്മൾ നോർമലി ഓവർ തിങ്കിങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവിടെ അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ചിന്തിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവാം. ബിറ്റ്വീൻ വേൾഡ്സ് നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നല്ലോണം ആലോചിക്കാം. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നാം, ആൻഡ് കൺഫ്യൂഷൻ അത് ഇവിടെ ആക്ച്വലി വളരെ നല്ലതാണ്. ബിക്കോസ് ആ കൺഫ്യൂഷൻ വരുമ്പോൾ നിങ്ങളൊന്ന് പുറകോട്ട് നിൽക്കും. സോ അത് അങ്ങനെ തന്നെയാണ് വേണ്ടതും. കാരണം ഈ സിറ്റുവേഷൻ ഓക്കെ ഇത് സ്ലോലി ബിൽഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്, മാറാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾക്ക് നല്ലതാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് നിങ്ങൾ നല്ലോണം കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്ത് മാത്രം പോവാം. ബ്ലെസ്ഡ് ആണ് നിങ്ങൾ. ഓക്കെ, എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഇത് ഏഞ്ചൽ ബ്ലെസ്സിങ് ആണ്. സോ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ വാർണിംഗ് കിട്ടുന്നത് പോലും ഒരു ബ്ലെസ്സിങ് ആണ്. സോ അത് എന്തായാലും മുന്നോട്ട് പോവാം, കുഴപ്പമില്ല. ബട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ചിന്തിച്ച് തീരുമാനം എടുക്കാം. ഓക്കെ, സോ അതാണ് ഇന്നത്തെ മെസ്സേജ്. പ്രത്യേകിച്ച് ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കൂ, എനിക്ക് പറയാൻ തോന്നുന്നു. ഓക്കെ, എന്തായാലും എല്ലാം നല്ലതിനാവട്ടെ. എല്ലാം എന്ത് തന്നെ ആയാലും നമ്മൾ ചിലപ്പോൾ പഠിക്കാനുണ്ടാവില്ല, എന്തെങ്കിലും ലെസൺസ് ആയിരിക്കാം. ഓക്കെ, സോ എന്തായാലും ആലോചിച്ച് സൂക്ഷിച്ചൊക്കെ മുന്നോട്ട് പോകാം. എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.